കൂലി എനിക്ക് തോന്നിയത് ഒരു ലോകേഷ് പടമായിട്ട് തോന്നിയില്ല. പക്ഷെ അനിരുദ്ധ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും അവിടെയൊക്കെ അനിരുദ്ധ് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർസിനെ അവതരിപ്പിച്ച രീതി കൊള്ളായിരുന്നു. അവരുടെ ഇൻട്രോ ആണെങ്കിലും ഓരോ സൂപ്പർ സ്റ്റാർ, അതിൽ ഏറ്റവും ഇഷ്ടമായത് ഉപേന്ദ്രയുടെ ഇൻട്രോ ആണ്. ആ ക്യാരക്ടറും അടിപൊളിയായിട്ട് തോന്നി. ഇതിന്റെ വീക്ക് പ്ലോട്ടായിട്ട് വന്നത് ഇതിന്റെ സ്റ്റോറിയാണ്. നമുക്ക് എന്താണ് ഒരുപാട് കൺഫ്യൂസിങ് ആക്കാൻ നോക്കി, ടെൻഷൻ ആക്കാൻ നോക്കി. പക്ഷെ ഇത് വളരെ ഒരു ക്ലീഷ ആയിട്ടുള്ള സാധാരണ ഗ്യാങ്സ്റ്റർ മൂവിയിലുള്ള പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വർമ്മൻ നമ്മുടെ വിനായകൻ ചെയ്ത പോലെ ഇതിൽ സൗബിന്റെ കഥാപാത്രം, ദയാലിന്റെ കഥാപാത്രം ത്രൂ ഔട്ട് ഉണ്ട്. സൗബിൻ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ത്രൂ ഔട്ടുള്ള ഒരു കഥാപാത്രമാണ്. നമ്മളൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ചിലവർ അഭിപ്രായപ്പെട്ടു ഇത് ഫസ്റ്റ് ഹാഫിൽ തീർന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ത്രൂ ഔട്ട് ആയിട്ടുള്ള കഥാപാത്രം അതിഗംഭീരമായിട്ട് കണ്ടിന്യൂറ്റിയിൽ ചെയ്തു. സിനിമയ്ക്ക് ഏറ്റവും ലാക്കിംഗ് ആയിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. നമ്മൾ പിടിച്ചിരുത്താനുള്ള ഇത്രയും 2.25 മണിക്കൂർ പിടിച്ചിരുത്താനുള്ള അത്ര ഒരു സ്റ്റഫ് പ്രീവിയസ് ലോകേഷ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ വളരെ വീക്കായിട്ടാണ് തോന്നിയത് സ്ക്രീൻ പ്ലേ. മൊത്തത്തിലൊരു മ്യൂസിക്കലി സ്റ്റാർസിന്റെ പെർഫോമൻസും അതൊക്കെ കൊണ്ട് ഒരു തവണ കണ്ടിരിക്കാമെന്നല്ലാതെ ഒരു റിഫ്രഷിംഗ് വാച്ച് അല്ലെങ്കിൽ എന്താണ് സ്റ്റാർസിനെ അല്ലാതെ ഒരു മികച്ച ഒരു ഗാങ്സ്റ്റർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നിരാശയായിരിക്കും. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാനുഭവമായിട്ട് മാറിയിട്ടില്ല. എന്നിരുന്നാലും ഒരു രജനീകാന്ത് ഫാനിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാർ സ്റ്റഡഡ് സിനിമകൾ കാണുന്ന ഫാൻസിന് അവരെ കണ്ടിരിക്കാനുള്ള ഒരു ഓളം ഉണ്ടെന്നല്ലാതെ മൊത്തത്തിൽ നോക്കിയ ഒരു ആവറേജ് അനുഭവമാണ് കൂലി സമ്മാനിച്ചത്.